വിളക്കിനു മുന്നിൽ കണ്ണും പൂട്ടി ഒരു കാഴ്ച വസ്തുവെ പോലെ മുറവിളി കൂട്ടിയുറ്റവർ കൂടെ എൻ മകനും കരയുന്നു. അവനെ ഒന്നു തൊടാനും ആശ്വസിപ്പിക്കാനും ആത്മാവു വെമ്പും. അപ്പോഴോ മനസ്സിലായി ജീവനില്ലാത്തവരും ശരീരം മാത്രമായി തീർന്നല്ലോ ഞാൻ. ഒരു വാക്കു പറയാൻ കഴിയാതെ നിശ്ചലയായി ഞാൻ. അതുവരെ കാണാത്തവരൊക്കെ എന്നെ കാണാൻ വരും. ഞാൻ ആലോചിക്കും, എന്നെ കാണാൻ എന്തിനാണിത്ര തിക്കും തിരക്കും. അടുത്തൂടെ പോയാൽ പോലും നോക്കാത്തവരും ആ കൂട്ടത്തിലുണ്ട്. കുറ്റം പറഞ്ഞവരൊക്കെ എന്നെ നോക്കി നല്ലതു പറഞ്ഞു ഫലിപ്പിക്കും. പലരും എന്നെ നോക്കി പലതും പറഞ്ഞു പരിതപിക്കും. എനിക്കു വലം വച്ചു വന്ന ആരൊക്കെയാണ് എന്നെ ചേർത്തു പിടിച്ചു കരയുന്നേ. ഇവർക്കൊക്കെ എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു. അവസാന പ്രാർത്ഥനയ്ക്കു ശേഷം ആരൊക്കെയോ ചുമന്നെന്നെ തെക്കേ പുറത്തേക്കെടുക്കും. അടുക്കി വച്ച വിറകിന് മുകളിൽ എന്നെ കിടത്തും. അപ്പോൾ ഞാൻ പേടിക്കും. എന്നെ തീ കത്തിക്കുമ്പോൾ എനിക്കു വേദനിക്കുമോ? പിന്നെ ഓർക്കും, ജീവനില്ലാത്തവരും ശരീരം മാത്രമാണല്ലോ ഞാൻ കാത്തു സൂക്ഷിച്ച എൻ്റെ ശരീരം കത്തിത്തീരും. 5-ാം ദിവസം എൻ്റെ അസ്ഥികൾ പെറുക്കും. അവർ കുടത്തിൽ കെട്ടി മരത്തേൽ തൂക്കും. 16-ാം ദിവസം ഏതോ കടലിൽ ഉപേക്ഷിക്കും. അതോടെ തീരും ഞാനെന്ന അധ്യായം. അതോടെ തീരും ഞാനെന്നൊരധ്യായം.